ഹായ് എവ്രി വൺ. ജോൺ കീറ്റ്സിൻ്റെ ലാ ബെല്ലെ ഡെയിം സാൻസ് മേഴ്സി എന്ന് പറയുന്ന പോയമിലൂടെ ഒരു യാത്ര നടത്തുകയാണ് നമ്മളിപ്പോൾ. അപ്പോൾ ജോൺ കീറ്റ്സ് ഒരു റൊമാൻറ്റിക് പോയറ്റാണ്. പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബ്യൂട്ടിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ച ഒരു കവിയാണ് നമ്മുടെ ജോൺ കീറ്റ്സ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, ഭയങ്കര ഫേമസ് പോയമാണ്. ലാ ബെല്ലെ ഡെയിം സാൻസ് മേഴ്സി എന്ന് പറഞ്ഞാൽ ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സി എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഇതൊരു ബാലഡാണ്. ബാലഡ് മീൻസ് എന്താണ്? ഒരു നാടോടി പാട്ട്, ഒരു ലഘു കഥ പറയുന്ന ഒരു നാടോടി മട്ടിലുള്ള ഒരു പാട്ടിനാണ് നമ്മൾ ബാലഡ് എന്ന് പറയുന്നത്. അത് കൂടുതലും എന്താണ്, ടിപ്പിക്കലി അറേഞ്ച്ഡ് ഇൻ ക്വാട്രൈൻസ്. നാല് വരി സ്റ്റാൻസകളാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ റൈം സ്കീം വന്നിട്ട് എ ബി എ ബി എ ബി സി ബി എന്ന് വരും. ഓക്കെ, യൂഷ്വലി നെറേറ്റീവാണ്. നെറേറ്റീവ് മീൻസ് കഥ പറയുന്ന മട്ടിലുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഡ്രാമാറ്റിക് ആയിരിക്കും, ടോൺ ഒരു ഫണ്ണി ടോൺ ആയിരിക്കും, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിരിക്കും. അങ്ങനെ പലതരത്തിൽ, ചിലപ്പോൾ ഒരു ഹൊറർ മോഡിലും വരാം. അപ്പം നമ്മുടെ ഈ പോയം വന്നിരിക്കുന്നത് കുറച്ചൊരു ഹോണ്ടിങ് ആയിട്ടുള്ളൊരു ടോണിലാണ്. ഓൾസോ ഇറ്റ് ക്യാൻ ബി ഡ്രമാറ്റിക്, ഫണ്ണി ഓർ റൊമാൻറ്റിക് എന്നാണ്. ക്യാൻ കഴിഞ്ഞിട്ടൊരു ബി എഴുതാനുണ്ടായിരുന്നു. ഞാൻ ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടത്. സോ ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയമിൻ്റെ തീം വരുന്നത് ഫിസിക്കൽ ബ്യൂട്ടി ഗീവ്സ് എക്സ്ട്രീം പെയിൻ എന്നാണ്. അതായത് ഫിസിക്കൽ ബ്യൂട്ടി എപ്പോഴും നമുക്ക് പെയിൻ തന്നുകൊണ്ടേയിരിക്കും, സിമ്പിളാണ്. പിന്നെ ഒരു ഷോർട്ട് ടേം ജോയ് ക്യാൻ പുഷ് us into ലോങ് സഫറിങ്. ഒരു താൽക്കാലികമായൊരു സന്തോഷം നമ്മളെ എന്നേക്കുമായുള്ളൊരു ദുരന്തത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ എന്നേക്കുമായുള്ളൊരു വേദനയിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഈ പോയമിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ ദയയില്ലാത്ത ആ ബ്യൂട്ടിഫുൾ ലേഡി എന്താണ് ചെയ്തത്, നമ്മുടെ തീമിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പോയമിലൂടെ പോയി നോക്കാം. ഓക്കെ, സോ ദ പോയം സ്റ്റാർട്ട്സ് വിത്ത് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനോടുകൂടിയാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു അൺനോൺ സ്പീക്കർ ആവാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ദ പോയറ്റ് ഹിംസെൽഫ്, നമ്മുടെ പോയിറ്റ് തന്നെ ആയിരിക്കാം ചോദിക്കാം, ഓ വാട്ട് ക്യാൻ എയിൽ ദി നൈറ്റ് അറ്റ് ആംസ് എലോൺ ആൻഡ് പെയിൻലി ലോയിറ്ററിങ്. ചോദിക്കാൻ നമ്മുടെ നൈറ്റിന് എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത്. എയിൽ മീൻസ് ട്രബിൾ. വാട്ട്സ് ട്രബിളിങ് യു? ഈ രാത്രി എന്താണ് നിങ്ങൾ ട്രബിൾ ചെയ്യുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ്? ലോയിറ്ററിങ് മീൻസ് വാണ്ടർ എന്ന് പറയുന്ന മീനിങ് ആണ്, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. ദ സെഡ്ജ് ഹാസ് വിതേർഡ് ഫ്രം ദ ലേക്ക് ആൻഡ് നോ ബേർഡ് സിംഗ്. സെഡ്ജ് മീൻസ് ഗ്രാസ് ലൈക്ക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു ഗ്രീൻ, ഒരു പച്ചപ്പ് എന്നൊക്കെ പറയുന്നത് സൂചിപ്പിക്കുന്ന ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. പക്ഷേ ഇവിടെ ഒരു ഹാപ്പി മൂഡാണ്. പക്ഷേ ഇവിടെ ഇതൊക്കെ വിതേർഡാണ്. ഒരു വിൻ്റർ സീസണാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് നോ ബേർഡ് സിംഗ്. വിൻ്ററിൽ പക്ഷികളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ വിജനമാണ്, വിൻ്റർ സീസൺ ആണെന്ന് മനസ്സിലായി. സെക്കൻഡ് പാരഗ്രാഫിൽ വന്നിട്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. വീണ്ടും വാട്ട് ക്യാൻ എയിൽ ദി എന്ന് ചോദിക്കുകയാണ്. വീണ്ടും പിന്നെ പറയുന്നത് നമ്മുടെ സ്ക്വിറലിൻ്റെ ഗ്രാനറി ഫുള്ളാണ്. അതായത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് എല്ലാം കൃഷി അടുത്ത കാലത്തേക്കുള്ളതെല്ലാം ഗ്രാനറിയിൽ സ്ക്വിറൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞു. അതായത് എല്ലാവരും വീട്ടിലേക്ക് സെറ്റിൽഡ് ആയിരിക്കുന്ന ഈ സമയത്തും നിങ്ങൾ എന്താണ് ഇങ്ങനെ, ഹാർവെസ്റ്റൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയി, നിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്നാണ് നമ്മുടെ സ്പീക്കർ അല്ലെങ്കിൽ പോയറ്റസ് ആസ്കിങ്. അതായത് ഒരു കോൾഡ്നെസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലോൺലി അറ്റ്മോസ്ഫിയർ ആണ് കാണിക്കുന്നത്. തേർഡ് പാരഗ്രാഫിൽ നമ്മുടെ സ്പീക്കറിൻ്റെ ഒബ്സർവേഷൻസ് ആണ്. നമ്മുടെ സ്പീക്കർ നൈറ്റിനെ ഒബ്സർവ് ചെയ്തിട്ട് പറയാണ് എന്താണ്, ഐ സീ എ ലില്ലി ഓൺ ദൈ ബ്രോ. ലില്ലി എപ്പോഴും സിംബലൈസ് ചെയ്യുന്നത് ഡെത്താണ്. അപ്പോൾ നമ്മുടെ നൈറ്റിനെ എന്താണ് കണ്ടിട്ട് ഒരു ഒരു ഫീലാണ്, ഒരു പെയിലാണ് അയാളുടെ ഫേസ്. പിന്നെ പറയുന്നത് ആംഗ്വിഷ് മോയ്സ് മീൻസ് എക്സ്ട്രീം ഡിസ്ട്രെസ് അയാളിൽ കാണുന്നുണ്ട്. ഭയങ്കരമായ ടയേർഡ്നെസ്സും ഭയങ്കര ക്ഷീണവും ഡിസ്ട്രെസ്സും ഒക്കെ കാണുന്നുണ്ട്. അതുകൂടാതെ അയാളുടെ ചീക്സിൽ എന്താണ്, ഫെയ്ഡിങ് റോസ് കാണുന്നുണ്ട്. റോസ് എപ്പോഴും സിംബലൈസ് ചെയ്യുന്ന ലവ് ആണ്. അപ്പോൾ ഫെയ്ഡിങ് റോസ് മീൻസ് എന്താണ്, കൊഴിഞ്ഞു പോയ പ്രണയം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ നൈറ്റ് റിപ്ലൈ ചെയ്യാൻ തുടങ്ങുകയാണ് എന്താണ് കാരണം എന്നുള്ളത്. റീസൺ, ഐ മെറ്റ് എ ലേഡി ഇൻ ദ മേർഡ്സ് ഫുൾ ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്താണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെയറി ചൈൽഡിനെ ഞാൻ കണ്ടു. അവരുടെ ഹെയർ എന്തായിരുന്നു, ഭയങ്കര ലോങ് ആയിരുന്നു, ഫൂട്ട് ലൈറ്റ് ആയിരുന്നു. പക്ഷേ എന്തായിരുന്നു, ഹർ ഐസ് വെയർ വൈൽഡ്. അത് മാത്രം ഓർക്കുക, വൈൽഡ് ഐസ്.
And in fifth stanza also the knight continues his story. നമ്മുടെ ബ്യൂട്ടിഫുൾ ലേഡിയോടൊപ്പമുള്ള കാര്യങ്ങൾ. ഐ മെയ്ഡ് എ ഗാർലാൻഡ് ഫോർ ഹെർ ഹെഡ്. എന്താണ് പുഷ്പങ്ങൾ, നല്ല ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഞാനൊരു ക്രൗൺ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ബ്രേസ്ലെറ്റ്സും എല്ലാം ഉണ്ടാക്കി കൊടുത്തു. ശരിക്കും ബ്രേസ്ലെറ്റ്സും ഒന്നും ആവില്ല, ചിലപ്പോൾ ആ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഓഫ് റൊമാൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നതായിരിക്കാം അതിലൂടെ പുള്ളിക്കാരൻ ഡയറക്റ്റായിട്ട് സിംബലൈസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്രാഗ്രൻസ് സോൺ, മൊത്തത്തിലൊരു അവസ്ഥ ഉണ്ടാക്കി. അപ്പം ഷീ ലുക്ക്ഡ് അറ്റ് മീ ആസ് ഷീ ലവ്ഡ് മീ. അപ്പം എന്നെ സ്നേഹിക്കുന്ന പോലെ അവളും കാണിച്ചു. ആൻഡ് മെയ്ഡ് സ്വീറ്റ് മോൺ. ദാറ്റ് സ്വീറ്റ് മോൺ ഐ തിങ്ക് ഇറ്റ് റിഫേഴ്സ് ടു സെക്സ്. And they had physical relationship. And then I set her on my pacing state. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ നൈറ്റ് കുതിരപ്പുറത്തിരുത്തി പുള്ളിക്കാരിയെ കൊണ്ടുപോയി ഓൾ ഡേ ലോങ് ഫോർ സൈഡ് ലോങ് വുഡ് ഷീ ബെൻഡ്. അപ്പോൾ അവരെന്ത് ചെയ്തു, എന്നിട്ട് ആ ഫെയറി നല്ല സ്വീറ്റ് ഫെയറി സോങ്സ് ഒക്കെ എനിക്ക് പാടിത്തന്നു. ഒരു വല്ലാത്തൊരു വേൾഡിലായിരുന്നു അവർ. അവരുടെ ലവ് മേക്കിംഗ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ബ്യൂട്ടിഫുൾ ലേഡി നമ്മുടെ നൈറ്റിന് കൊണ്ടുപോയി നല്ല ഫുഡ്, സ്വീറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മന്ന ഡ്യൂ ആൻഡ് ഹണി വൈൽഡ്. മന്ന മീൻസ് ശരിക്കും ബിബ്ലിക്കൽ അല്യൂഷൻ ആണ്. മോസസിൻ്റെ കാലഘട്ടത്തിന് ഇസ്രായേലിയറ്റ്സിന് കൊടുത്തതായി പറയപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ പേരാണ് മന്ന. പിന്നെ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജും പെരുമാറ്റത്തിലൂടെ അവരെന്ത് തോന്നിപ്പിച്ചു, ഭാഷ അവർക്കറിയില്ലായിരുന്നെങ്കിലും ഐ ലവ് ദീ ട്രൂ, ഐ ലവ് യു ട്രൂലി എന്നവർ തോന്നിപ്പിച്ചു. റൂട്ട്സ് ഓഫ് റിലീസ് സ്വീറ്റ് എന്നൊക്കെ ഇവിടെ പറയുന്നത് ശരിക്കും അവരുടെ ആ ഒരു മൂഡ് ഓഫ് എക്സ്റ്റസി ഡ്യൂ ടു ദെയർ റൊമാൻസ് അല്ലെങ്കിൽ ലവ് മേക്കിംഗ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഷീ ടുക്ക് മീ ടു ഹെർ എൽഫിൻ ഗ്രോട്ട്. എൽഫിൻ ഗ്രോട്ട് മീൻസ് ഇതുപോലുള്ള മാജിക്കൽ ക്രിയേച്ചേഴ്സ് സച്ച് ആസ് ഫെയറീസ് ഒക്കെ താമസിക്കുന്ന സ്ഥലത്തിനാണ് എൽഫിൻ ഗ്രോട്ട് എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുപോയി വീണ്ടും അവരുടെ ലവ് മേക്കിംഗ് ആണ്. ഷീ വെപ്റ്റ്. പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ നൈറ്റ് അവരുടെ വൈൽഡ് ഐസിൽ എന്ത് ചെയ്തു, കിസ് ചെയ്തു. അഗെയിൻ ലവ് മേക്കിംഗ് ബട്ട് വൈൽഡ് ഐസ്. ആൻഡ് ഷീ ലൾഡ് മീ അസ്ലീപ്. നമ്മുടെ നൈറ്റ് ഭയങ്കര സുഖത്തിൽ കിടന്നായിരുന്നു. അപ്പോഴാണ് ഒരു സ്വപ്നം. എന്തായിരുന്നു? വോ ബിറ്റൈഡ് ദ ലേറ്റസ്റ്റ് ഡ്രീം. ഇതുവരെ ഇല്ലാത്തതായ ഭയങ്കര വിഷമകരമായൊരു സ്വപ്നമാണ്, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. എന്തായിരുന്നു? ആ കോൾഡ് ഹിൽ സൈഡിൽ വെച്ച് അയാൾ കണ്ടത്. ഐ സോ പെയിൽ കിങ്സ് ആൻഡ് പ്രിൻസസ് ടു പെയിൽ വാരിയേഴ്സ്. എന്തായാലും ഒരുപാട് കിങ്സിനെയും പ്രിൻസസിനെയൊക്കെ കണ്ടു. പക്ഷെ അവരുടെയൊക്കെ ഫേസ് എന്തായിരുന്നു? ഭയങ്കര പെയിലായിരുന്നു, ഭയങ്കര ഭയങ്കര വിളറിയ. എന്നിട്ട് അവരൊക്കെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. എന്നിട്ട് അവർ ഇയാളോട് പറയാണ്, ദേ ക്രൈഡ് ലാ ബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സി ഹാഡ് ദീ ഇൻ ത്രാൾ. ദാറ്റ് ബ്യൂട്ടിഫുൾ ലേഡി വിതൗട്ട് മേഴ്സി ഹാഡ് എൻട്രാപ്ഡ് യു. ഷീ ഹാസ് എൻട്രാപ്ഡ് യു. നിങ്ങൾ എന്ത് ചെയ്യാണ്? ആ ബ്യൂട്ടിഫുൾ ലേഡിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്, അവരുടെ കൺട്രോളിൽ നിങ്ങൾ ട്രാപ്പിലാക്കപ്പെട്ടിരിക്കുകയാണെന്ന് അവർ വിളിച്ചു പറയായിരുന്നു. I saw their starved lips in the gloam. ഗ്ലോം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടൈം ഫോളോയിങ് സൺസെറ്റ്. അപ്പോൾ ആരുടെ? നമ്മുടെ കിങ്സിൻ്റെയും വാരിയേഴ്സിൻ്റെയും പ്രിൻസസിൻ്റെയൊക്കെ ഉണങ്ങി വരണ്ട ഒരു വിളർച്ചയേറിയ മുഖവും ലിപ്സും ഒക്കെ ഞാൻ കണ്ടു. ഞാൻ ആ ഒരു ഭയങ്കര ഹോറിഡായിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. ഞാൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ഈ കോൾഡ് ഹിൽ സൈഡിൽ കിടക്കുന്നു. ഫെയറും ഇല്ല, ഒന്നുമില്ല, ആരുമില്ല, എല്ലാവരും പോയി. ആൻഡ് ദിസ് ഇസ് വൈ ഐ സോ ജോൺ ഹിയർ എലോൺ ആൻഡ് പെയിൻലി ലോയ്റ്ററിങ്. ഇത് കാരണമാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഏകാന്തനായിട്ട് ഇങ്ങനെ വിഷമിച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നതെന്ന് ലാസ്റ്റ് റീസൺ നമ്മുടെ സ്പീക്കറിനോട് നമ്മുടെ നൈറ്റ് പറയാണ്. ആൻഡ് ദോ ദ സെഡ്ജ് ഈസ് വിതേർഡ്. സെഡ്ജ് എല്ലാം വിതേർഡ് ആണെങ്കിലും ബേർഡ്സ് ഒന്നും പാട്ട് പാടുന്നില്ലെങ്കിലും ഞാനിവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് ഈ വിഷമത്തിലാണ്. ആ ഒരു ഹാപ്പിനെസ് അതൊരെന്തായിരുന്നു? വെറും ടെമ്പററി ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ ബ്യൂട്ടിഫുൾ ലേഡി എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ടെംപ്റ്റേഷൻ ആണ്. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് മാറിപ്പോകുന്ന ടെംപ്റ്റേഷൻസ്. ആൻഡ് ദ ടോൺ ഓഫ് ദ പോയം വാസ് ഹോണ്ടിങ് ആൻഡ് ഓമിനസ്. അല്ല, ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ളൊരു ഒരു സീനാണ് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അങ്ങനത്തെ ഒരു ഇമാജിനേഷനാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ പോയം എന്തായിരുന്നു? 12 സ്റ്റാൻസ ബാലഡാണ്. അതിനകത്ത് ഈ സ്റ്റാൻസ എ ക്വാട്രെയിൻ. ക്വാട്രെയിൻ മീൻസ് 4 ലൈൻ സ്റ്റാൻസയ്ക്കാണ് ക്വാട്രെയിൻ എന്ന് പറയാം. ആൻഡ് ഈച്ച് ക്വാട്രെയിൻ ഹാവിങ് 3 ലൈൻസ് ഓഫ് അയാംബിക് ടെട്രാമീറ്റർ ഫോളോഡ് ബൈ എ സിംഗിൾ ലൈൻ ഓഫ് അയാംബിക് ഡയമീറ്റർ. 3 ലൈൻസിൽ അയാംബിക് ടെട്രാമീറ്റർ ആണ്, ഒരു ലൈനിൽ മാത്രം അയാംബിക് ഡയമീറ്റർ. ഈ അയാംബിക് ടെട്രാമീറ്ററും അയാംബിക് ഡയമീറ്ററും ഒക്കെ ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ അനദർ വീഡിയോ. സ്റ്റേ ട്യൂൺഡ് പ്ലീസ്. ആൻഡ് ഇതൊരു ഫോക്ക് ബാലഡാണ്, പിന്നെ അൺയൂഷ്വൽ ബാലഡാണ് അല്ലേ. ഇതിനകത്ത്
വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺ കീ മറ്റ് കവിതകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കവിതയാണ്. സാധാരണ മറ്റെല്ലാ കവിതകളിലും ബ്യൂട്ടിയെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയലാണ്. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഫിസിക്കൽ ബ്യൂട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ബ്യൂട്ടി ഗീവ്സ് എക്സ്ട്രീം പെയിൻ എന്നുള്ളൊരു തീം നമുക്ക് തരികയാണ്, ആ ഒരു ഐഡിയ തരാണ്. ഷോർട്ട് ടേം ജോയ്, അതായത് ഇങ്ങനെ കണ്ട് എല്ലാത്തിലും ടെംപ്റ്റേഷനിൽ ബ്യൂട്ടി കണ്ട് പെട്ടെന്ന് മിന്നണതെല്ലാം പൊന്നല്ല എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു ഒരു തീമാണ്. പിന്നെ ഈ പോയം ഒരു അലീഗറി ആണെന്ന് വെച്ചാൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ലേഡിയിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബ്യൂട്ടിഫുൾ ലേഡി സിംബലൈസ് ചെയ്യുന്നത് ടെംപ്റ്റേഷനെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നമുക്ക് നൈമിഷികമായി വന്നു പോകുന്ന ടെമ്പററി ആയിട്ടുള്ള സുഖങ്ങൾ, അതിനെ ഒക്കെ റെഫർ ചെയ്യുന്ന ഒരു സിമ്പിളാണ് ഈ ബ്യൂട്ടിഫുൾ ലേഡി എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു തീം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിലൂടെ ഇങ്ങനെ വേറൊരു മെസ്സേജ് നമുക്ക് തരാം. ബ്യൂട്ടിഫുൾ ലേഡി എന്നതിലൂടെ ടെംപ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളിൽ റെഫർ ചെയ്ത് നമുക്ക് ആ ഒരു ലെസൺ തരുന്ന ഒരു ഇതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ അലീഗറി എന്ന് കൂടി വിശേഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് എനിത്തിങ് മോർ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് പുട്ട് ഇൻ ദ കമന്റ് ബോക്സ്. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. Expecting all your support. Thank you so much. Stay tuned. Have a nice day.